എ സ്റ്റാറാണ്, 2010 മോഡൽ, സെക്കൻഡ് ഓണർ, 67,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു 2011 മോഡൽ സ്വിഫ്റ്റാണ്, സെക്കൻഡ് ഓണർ, 64,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാഗണറാണ്, 2012 മോഡൽ, സിംഗിൾ ഓണർ, 71,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 2019 മോഡൽ സ്വിഫ്റ്റാണ്, സിംഗിൾ ഓണർ, 10,000 കിലോമീറ്ററാണ് ആകെ ഓടിയിരിക്കുന്നത്. VXA ആണ് വേരിയൻ്റ് വരുന്നത്. അടുത്തതായിട്ട് 2021 മോഡൽ എക്സ്പ്രസ് ആണ് പരിചയപ്പെടുന്നത്, സിംഗിൾ ഓണർ, 13,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത്. വാഗണറാണ്, 2010 മോഡൽ LPG, ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വണ്ടി നോക്കണവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ഈഞ്ചക്കൽ മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂയിലാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടികൾ കുറച്ചുണ്ട്, എന്നാൽ തന്നെ പുതിയ കുറേ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാൻ വേണ്ടി വന്നതാണ് പുതുതായിട്ട്. പ്രത്യേകിച്ച് ഈ ഷോപ്പ് ഇവിടുന്ന് മാറുകയാണ്. അപ്പോൾ നമുക്ക് ആ ഷോപ്പ് പുതുതായിട്ട് എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒരാഴ്ച കൂടി ആകുമ്പോൾ ഈ ഷോപ്പ് ഇവിടുന്ന് മാറുക. അങ്ങ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പിന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കി, ഇവിടെ കിടക്കുന്ന ഇപ്പോൾ ലൈവിൽ കിടക്കുന്ന വണ്ടികളും കൂടി നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുത്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരാൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ശ്യാം വന്നിട്ടുണ്ട്. ശ്യാം വന്നു. പിന്നെ നമ്മളെ പുതിയ സ്ഥാപനം എങ്ങോട്ടാണ് വരാൻ പോകുന്നത്, എത്രാം തീയതിയാണ് സ്റ്റാർട്ടിങ് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറഞ്ഞു. നമുക്ക് പുതിയ ഷോറൂം വരുന്നത് നമ്മുടെ തൈക്കാടാണ്, ട്രിവാൻഡ്രം തൈക്കാട്, അതായത് പോലീസ് ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡൊക്കെ ആ ഭാഗം കുറച്ച് അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ വരും. ഞാൻ ആ സ്ഥലം കണ്ടുപിടിക്കണമല്ലേ. അപ്പോൾ അടുത്ത മാസം 1-ാം തീയതിയൊക്കെ ആയിരിക്കും അവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനാഗ്രേഷൻ ഒഫീഷ്യലി കഴിഞ്ഞിട്ടില്ല. വിളിച്ചിട്ട് വണ്ടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ചിട്ട് എവിടെ പ്രോപ്പർ വരണം എന്നുള്ളത് തിരക്കണം കേട്ടോ. ഈ സ്ഥലം തന്നെ ആയിരിക്കത്തില്ല ഇവരിനി നമുക്ക് വണ്ടി തരുന്ന സ്ഥലം. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോഴേ എത്ര രൂപയുള്ള വണ്ടികളാണ് ഇന്ന് കിടക്കുന്നത്? നമുക്കിപ്പോൾ ഒരു 1 ലക്ഷം തുടങ്ങിയിട്ടുള്ള വണ്ടികൾ കിടക്കുന്നുണ്ട്. 1 ലക്ഷത്തിനുണ്ടോ? 1 ലക്ഷത്തിന് വണ്ടി. അന്നത്തെ ആ ഫോർഡൊക്കെ പോയോ? ആ ഫോർഡൊക്കെ പോയി. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഫോർഡ് പോയി. എനിക്കറിയാം, പൊട്ട് പോലെ പോകുന്ന ഞാൻ ആദ്യം പറയാം. എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു ആ വണ്ടി. എനിക്ക് പല ഷോപ്പിൽ പോകുമ്പോഴും ഇങ്ങനെ ഏതെങ്കിലും 1-2 വണ്ടിയൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അഥവാ എടുക്കാൻ നിവൃത്തിയുണ്ട് അപ്പോഴെങ്കിലും എന്തെങ്കിലും എടുക്കാവുന്ന സാഹചര്യം എന്ന ചില ആൾക്കാരെന്നോട് പറയുന്നുണ്ട്, സനൂപ് എടുക്കുന്ന ഷോപ്പിലെ വീഡിയോ ഇടണം. ഇല്ലെന്നാ ഇടത്തില്ല കേട്ടാ. അത് എടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്ത്, അപ്പോൾ നമ്മളെ ഇപ്പോൾ വില കുറഞ്ഞൊരു വണ്ടിക്കടയിൽ നിന്നായിരിക്കും ഞാൻ ഉറപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ എടുക്കുമ്പോൾ അതേപോലെ വില കുറച്ച് തരുന്ന വേറെ ഷോപ്പുകളിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ്. അപ്പോൾ അവർക്ക് നമ്മളിത് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അവർ നീ എന്നാലും നമ്മളെന്ന് എടുത്തില്ലല്ലേ ഒരു സങ്കടം വരും. അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യത്തില്ല. അതുകൊണ്ട് അണ്ണാ സോറി, അത് ഇടത്തില്ല കേട്ടോ. ഞാൻ എടുക്കും, പക്ഷെ ഇപ്പോഴൊന്നും ഇല്ല, കുറച്ച് കാലം പിടിക്കും എന്നിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. എ സ്റ്റാറാണ്, 2010 മോഡൽ, സെക്കൻഡ് ഓണർ, 67,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആണോ? കിലോമീറ്ററൊക്കെ ജെന്യൂൻ തന്നെ. സെക്കൻഡ് ടയേഴ്സ് ആണല്ലേ? സെക്കൻഡ് ടയേഴ്സ്. ബാക്ക് ടയറും ഒക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. അകം നോക്കുമ്പോൾ വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നുമില്ല. 2010 ആണെങ്കിലും ഫോർഡോ പവറിൻ്റെയാണ്, മാനുവലാണ് വണ്ടി. അത്യാവശ്യം വൃത്തിയുണ്ട്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ബ്ലാക്ക് കളർ എന്നുള്ളതേ ഉള്ളൂ. അത് കൊള്ളാം. നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് അല്ലേ? അതെ, ജസ്റ്റ് ഒന്ന് പർച്ചേസ് കയറിയതേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്യണം. വണ്ടി ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളത് വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ടയേഴ്സൊക്കെ കൊള്ളാം. എല്ലാ ടയേഴ്സും മാറിയിട്ടേക്കാം, നല്ല ടയേഴ്സാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ലോൺ സൗകര്യം കാര്യമൊന്നുമില്ല, മൊത്തത്തിൽ കൊണ്ടുവരണം. അതെ, മൊത്തത്തിൽ കൊണ്ടുവന്നാൽ ഇറക്കാവുന്ന നല്ലൊരു വണ്ടി. 1 ലക്ഷം രൂപയ്ക്ക് 2010 എ സ്റ്റാർ. മൈലേജ് ഒരു 15-16 ആ റേഞ്ചല്ലേ കാണും? നോർമലി ഒരു 14-15 അത്രയൊക്കെയാണ് കാണാറ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വാഗണറാണ്, 2010 മോഡൽ LPG, ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വണ്ടി നോക്കണവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ്. ഈ 1.5 ലക്ഷം രൂപ എന്നുള്ളത് എന്തെങ്കിലും കുറയുമോ? മാക്സിമം നോക്കാം നമുക്ക്. എന്ന് പറഞ്ഞാൽ ഈ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത വണ്ടിയാണ്. അതെ. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ എന്നുള്ളത് പറയുന്നത് കുറച്ച് കൊടുത്താൽ ചിലപ്പോൾ ഒരു എൻക്വയറി ഒക്കെ വന്നാലാ
ഓ നമുക്ക് കുറച്ച് കൊടുക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് മാക്സിമം നോക്കാം. അത് എന്നാലും നീ എവിടം വരെ ഒന്ന് കുറയ്ക്കും? അത് നമുക്ക് മാനേജറിനോടൊക്കെ സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം കേട്ടോ, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നല്ല വൃത്തിയാണ്. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളോ വല്ലതും ഉണ്ടോ? അതായത് റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഇതിൽ റീപ്ലേസ് ആയിട്ട് ഒരു ഫെൻഡർ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ഫെൻഡർ ഒരു പ്രാവശ്യം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, വേറെ മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 1.25 അതോ 1.5? 1.5. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു സാൻഡ്രോണ് പരിചയപ്പെടുത്താനുള്ളത്. 1.30 ഫൈനൽ റേറ്റ് ഇട്ടിരിക്കുന്നത്. 2010 മോഡൽ. അതെ 2010 മോഡൽ. 10 മോഡൽ, സിംഗിൾ ഓണർ, 71,000 കിലോമീറ്റർ. സെക്കൻഡ് ടയേഴ്സ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യുമോ? ഇല്ല, സെയിം കണ്ടീഷനിൽ കൊടുക്കാനിരിക്കുന്നുണ്ട്. അതേ കണ്ടീഷനിൽ, ടോപ്പ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിക്കകം വൃത്തികേടൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതെങ്ങനെ 2 ഡോർ പവർ വിൻഡോ? 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിങ് എല്ലാം വരണം. എ സി, സ്റ്റീരിയോ ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം വൃത്തിയായിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. വണ്ടിക്ക് അകവും കൊള്ളാം, റീപ്ലേസ് ഒന്നുമില്ല. എവിടെയാണ് ബെൻഡ് ഉണ്ടെന്ന് പറഞ്ഞേ? ഡെൻറ്റ് കാര്യങ്ങൾ ബമ്പറിലും അങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും വർക്ക് ചെയ്തില്ല. ഈ കിടക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ്. 1,30,000 അല്ലേ? അതെ. അല്ല, ഇതൊക്കെ ഇങ്ങനെ ചണങ്ങിയൊക്കെ ഇരിപ്പുണ്ട്, അത് അങ്ങനെ തന്നെ ആയിരിക്കും. 1.30. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നോക്കണവർക്കുള്ളൊരു വണ്ടിയാണ്. 2012 മോഡൽ ഓൾട്ടോ, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെയാണ്? ജെനുവിൻ കിലോമീറ്റർ തന്നെ. നല്ല ടയർ കാര്യങ്ങളുണ്ട്, സെക്കൻഡ് ടയേഴ്സാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? വിൻഷീൽഡ് മാറിയിട്ടുണ്ട്, വേറെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. വിൻഷീൽഡാണ് മെയിനായിട്ട് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഉള്ളത്. 2 ഡോർ പവർ വിൻഡോ ആണ്. ബോണറ്റ് ബമ്പർ അങ്ങനെയൊന്നുമില്ല? ഇല്ല. ഓക്കെ, വണ്ടിയുടെ ബാക്ക് സൈഡ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി വൃത്തിയാണ്. എത്ര ചോദ്യം? എത്ര? 2 ലക്ഷം. 2 ലക്ഷം. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതിനൊരു 1 അടുപ്പിച്ച് വേണ്ടി വരും ചിലപ്പോൾ. മാക്സിമം പ്രൊഫൈൽ പോലെ ഇരിക്കും, ആളുടെ പ്രൊഫൈൽ പോലെ ഇരിക്കും, എങ്ങനെ ലോണ് കയറും എന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്തതായിട്ട് ഒരു ഓൾട്ടോ തന്നെയാണ് അടുത്തതും പരിചയപ്പെടുത്തുന്നത്. 2015 മോഡൽ, സിംഗിൾ ഓണർ, 43,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. LXi ആണ്. LXi. എത്ര ഓടി? 45? 43,000. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, സ്റ്റീരിയോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ഇല്ല. ടയേഴ്സ്, സെക്കൻഡ് ടയേഴ്സ്. എത്ര ചോദ്യം? 290. 290. ലാസ്റ്റ് പ്രൈസ് ആണോ? ഇല്ല, ചെറിയ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതിനൊരു 40,000 രൂപ 50,000 രൂപ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 5 വർഷം ലോൺ സൗകര്യം? 5 വർഷം വരെ ലോൺ ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാഗണറാണ്. 2012 മോഡൽ, സിംഗിൾ ഓണർ, 71,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ടയേഴ്സ്, ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സ്റ്റീരിയോ കാര്യങ്ങളൊന്നുമില്ല? സ്റ്റീരിയോ വരുന്നില്ല, LXi ആണ് വരുന്നത്. സ്റ്റീരിയോ വെച്ച് കൊടുക്കുമോ? അഡീഷണലി ചെയ്യാനത് പുറത്തുനിന്ന് കസ്റ്റമർ ചെയ്യേണ്ടി വരും. നിങ്ങളായിട്ട് കൊടുക്കില്ല? ഇല്ല. അത്യാവശ്യം സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 280. ഏത് വർഷം? 2012 മോഡൽ. 2012 മോഡൽ 280. സ്റ്റീരിയോ പോലും ഇല്ല. എന്താണ്? സ്റ്റീരിയോ പോലും ഇല്ല. സ്റ്റീരിയോ ഇല്ല, LXi മോഡലല്ലേ? അതായത് സ്റ്റീരിയോ പോലും ഇല്ല, 280. റീപ്ലേസ് വല്ലതും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു 2011 മോഡൽ സ്വിഫ്റ്റ് ആണ്. സെക്കൻഡ് ഓണർ, 64,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. നല്ല ടയറാണല്ലോ, പുത്തൻ ടയറാണോ? പുത്തൻ ടയറാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഏതോ ഒരെണ്ണം ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഹിസ്റ്ററി നോക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ എടുത്തതാണോ? സ്റ്റീരിയോ അത് ടച്ച് സ്ക്രീൻ ആയിരുന്നു, കസ്റ്റമർ തിരിച്ച് മാറ്റിയതാണ്. ഒറിജിനൽ സ്റ്റീരിയോ തന്നിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4 ഡോർ പവർ വിൻഡോ ആണ്. VXi ആണ് വേരിയൻറ്റ്.
വണ്ടി അല്ലാതെ കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്. നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ടെന്നല്ലേ? അത് ഞാൻ വേണമെങ്കിൽ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വിളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഫ്രണ്ട് സൈഡ് കാര്യങ്ങൾ ഇല്ല, അങ്ങനത്തെ മേജർ ഷാസി ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഇതൊരെണ്ണമാണ്. എത്ര ചോദ്യം? 290. 2011 290. പെട്രോൾ അല്ലേ? പെട്രോളാണ്. അപ്പോൾ പിന്നെ പരിചയപ്പെടുത്തുന്ന ഒരു 2019 മോഡൽ സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർ, 10,000 കിലോമീറ്ററാണ് ആകെ ഓടിയിരിക്കുന്നത്. VX ആണ് വേരിയൻ്റ് വരുന്നത്. ഫസ്റ്റ് ടയറാണ്. ഫസ്റ്റ് ടയർ 10,000 ഓടിയിട്ടുള്ള അത്യാവശ്യം നീറ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ്. 10,000 ഓടിയിട്ടുള്ളെങ്കിലും അത്യാവശ്യം നീറ്റ് കണ്ടീഷനേ ഉള്ളോ? അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് കണ്ടീഷൻ. അങ്ങനെ വണ്ടി നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്. 4 പവർ വിൻഡോ ആണ്. മാനുവലാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 610. ഇല്ലേടാ, ഫോക്കസ് പോലും ആവുന്നില്ല കേട്ടിട്ട്. ഈ സൈഡ് ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ടെന്നാണ്. എത്ര ചോദിക്കുന്നത്? 610. അതായത് പുതിയ വണ്ടി ആയല്ലോ. അപ്പോൾ പുതിയ വണ്ടിക്ക് 8 രൂപ വരില്ല. പുതിയ വണ്ടിക്ക് ഏകദേശം 8 ലക്ഷം രൂപ റേഞ്ചിൽ വരും. പിന്നെ ഇപ്പോൾ ഈ മോഡലിന് കുറച്ച് ഡിമാൻഡ് കൂടുന്നുണ്ട്. കാരണം 4 സിലിണ്ടർ എഞ്ചിൻ വന്ന ലാസ്റ്റ് സ്വിഫ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. അതാണ് കാരണം പുതിയ സ്വിഫ്റ്റിൽ 3 സിലിണ്ടറേ വരുള്ളൂ. എല്ലാവർക്കും ആ 3 സിലിണ്ടർ തമ്മ കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ അടുത്തായിട്ട് ഒരു 2019 മോഡൽ എർട്ടിഗയാണ് നമുക്കുള്ളത്. സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന ടൈപ്പാണ്. സിംഗിൾ ഓണർ, 23,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. VX ജെനുവിൻ കിലോമീറ്ററാണ്. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ലില്ല, മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടെയിൽ ലൈറ്റ് ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഇത് മൈലേജ് എങ്ങനെയാണ്? ഒരു 17-18 കിട്ടും. ഹൈവേ ആണെങ്കിൽ ഏകദേശം 18-19 വരെ കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോളാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ടോപ്പും ഒക്കെ കൊള്ളാം. അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുകയാണ് വണ്ടി. എത്ര ചോദിക്കുന്നത്? 930. 930. ആ ചോദ്യത്തിൽ തന്നെ അതൊരു വലിയ ചോദ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവെ 7 സീറ്റർ വണ്ടികളാണല്ലോ, വില കൂടുതലായിരിക്കുമല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങൾ കുറച്ചുണ്ട് ബോഡി മൊത്തം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ഒരു 2011 മോഡൽ വാഗണർ LPG ആണ്. സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയറാണോ? ഫസ്റ്റ് ടയർ. കണ്ടിട്ട് ഒരു പുതിയ ടയറിൻ്റെ ലക്ഷണം. ടയർ പോളിഷ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത്. കിലോമീറ്ററൊക്കെ ജെനുവൻ ആണ്. കിലോമീറ്ററൊക്കെ ജെനുവൻ തന്നെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ലില്ല, മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 265. 2 പവർ വിൻഡോ. ടയർ ആവറേജ് ടയേഴ്സ്. റീപ്ലേസ് ഒന്നുമില്ല. ടച്ച് ആൻഡ് പോളിഷിനുള്ള പരിപാടികളുണ്ട്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ, ചെറിയ ഡെൻ്റൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതിന് ഒരു 1 lakh ആ റേഞ്ച് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 1 lakh മതി. 1 lakh. അടുത്തതായിട്ട് 2021 മോഡൽ എക്സ്പ്രസ് ആണ് പരിചയപ്പെടുന്നത്. സിംഗിൾ ഓണർ, 13,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത്. ഫസ്റ്റ് ടയർ. VX ആണ് വേരിയൻറ്റ്. റീപ്ലേസ് ഇല്ല, റീപെയിൻ്റ് ഉണ്ട്. ഇപ്പോഴാ? ഉണ്ട്. 13 ഓടിയോളൂ. ഫ്രണ്ട് ഫെൻഡറിൻ്റെ അവിടെയായിട്ട് ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അത് റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. റീപെയിൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, റീപ്ലേസ് അല്ല. ബാക്കൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. 13,000 ഓടിയ ടയർ കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടാണല്ലേ റീപെയിൻ്റ് എഴുതിയേക്കുന്നത്? ഫ്രണ്ടാണ്. ഓക്കെ. എത്ര ചോദ്യം? 460. റീപെയിൻറ്റ് ചെയ്തിടം കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഒരു സെലേറിയാണ് പരിചയപ്പെടുത്താനുള്ളത്. 2014 മോഡൽ VX ആണ്. സിംഗിൾ ഓണർ, അലോയ്സ് ചെയ്തിട്ടുണ്ട്. 58,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. സെക്കൻഡ് ടയേഴ്സ്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവറിൻ്റെ ആണോ? 4 ഡോർ പവറിൻ്റെ VX ആണ്. ഓട്ടോ ഒക്കെ ക്ലിയർ ആണ്. ഏതാ കേട്ടില്ല.
കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. കിലോമീറ്റർ ഒക്കെ ചെയ്യുന്നത് തന്നെ. സർവീസ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വേണമെങ്കിൽ ഹിസ്റ്ററി വേണമെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റ് കയറും. റീപെയിൻ്റ് ഉണ്ട്, ചെറിയൊരു ഡെൻറ്റും ഉണ്ട്, ചെറിയ ബെൻഡും ഉണ്ട്. എത്ര ചോദ്യം? 3.5. ഏത് വർഷമായിരുന്നു? 2014 വണ്ടി. അപ്പോൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു 2022 മോഡൽ ഗ്രാൻഡ് ആയിട്ട് നിയോസ് ഓട്ടോമാറ്റിക് ആണ്. സ്പോർട്സ് വേരിയൻ്റ് ആണ് വരുന്നത്. പെയിൻറ്റിങ് വർക്കുണ്ട്, ചെറിയ പെയിൻറ്റിങ് വർക്കിന് ഇട്ടേക്കാണ്. സ്പോർട്സ് വേരിയൻ്റോ? സ്പോർട്സ് ഓട്ടോമാറ്റിക്. ടയേഴ്സൊക്കെ കൊള്ളാം. എത്ര ഓടി? സിംഗിൾ ഓണർ 20,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അത്ര ഓടിയിട്ടുള്ളൂ? അതാ ടയർ നല്ല പുത്തൻ ടയറായിട്ടിരിക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. സീറ്റ് കവറിൽ കാര്യങ്ങൾ കുറച്ച് അഴുക്ക് കാര്യങ്ങളുണ്ട്, കാരണം വൈറ്റ് ഇൻറ്റീരിയർ ആയതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ? ടച്ച് സ്ക്രീൻ ഇൻബിൽറ്റ് വരുന്നതാണ്. AC വരും. പെട്രോളാണ്. ഇത് മൈലേജ് എന്ത് കിട്ടും? നോർമലി സിറ്റി യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു 13-14 ആ റേഞ്ചിലും, ഹൈവേ ഒക്കെ ആണെങ്കിൽ ഒരു 20 അടുപ്പിച്ചൊക്കെയും കിട്ടും. എത്ര ചോദിക്കുന്നത്? 7.20. 7.20 നീ കണ്ണിച്ചോറില്ല പറയാടെ. ഇത് അത് പൈസ കൂടില്ലേ? നിയോസിന് പുതിയ വണ്ടി സ്പോർട്സ് ഓട്ടോമാറ്റിക് ഏകദേശം 8-9 രൂപയുടെ മേളിൽ വരും. 9 അടുപ്പിച്ച് വരും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ആയിരുന്നു. ഒരു 1-2 വണ്ടിക്കാണ്ട് ചെറിയ പരിപാടികളുണ്ടല്ലോ. അത് വേറെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം നല്ല വണ്ടികളായിരുന്നു കാണിച്ചു തന്നത്. പിന്നെ വളരെ ചുരുക്കം ഓടി 16 കിലോമീറ്റർ ഓടി സ്വിഫ്റ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ പറ്റിയ വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഒരു സെലീരിയോ, അങ്ങനെ ഒരു 3-4 വണ്ടി അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. ബാക്കി വണ്ടികളൊക്കെ ഒരു ആവറേജ് ലെവലിലുള്ള വണ്ടികളാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉതകുമായിരിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.